ഹായ് ഗൈസ്, കൃഷിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കുറെ ദിവസം കൊണ്ട് പച്ചക്കറികളുടെ രോഗങ്ങളാണ് നോക്കിക്കൊണ്ടിരുന്നത്. അത് എന്തായാലും തീർന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും പച്ചക്കറിയുടെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. പിന്നെ കുറെ പേര് വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ സബ് ചെയ്യുന്നില്ല. എല്ലാവരും സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ഇന്ന് മുതൽ തുടങ്ങാൻ പോകുന്ന പഴങ്ങളുടെ വീഡിയോ ആണ്. അപ്പൊ ഇന്ന് നോക്കണത് പഴം, അതായത് ബനാന. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫംഗസിൽ പറഞ്ഞതെന്ന് പറയുമ്പോൾ സിക്കട്ടോക്ക ലീവ് സ്പോട്ട്, ഫിസേറിയം മിൽറ്റ്, ആന്ത്രഗ്നോസ്, സിഗർ എൻഡ് റോട്ട്, കോർഡാന ലീവ് സ്പോട്ട്. വൈറലിൽ പറഞ്ഞതെന്ന് പറയുമ്പോൾ ബനാന ബഞ്ചി ടോപ്പ് വൈറസ്, ബനാന ബ്രാക്ടി മൊസൈക് വൈറസ്, ബനാന സ്ട്രീക്ക് വൈറസ്. ബാക്ടീരിയയിൽ പറഞ്ഞതെന്ന് പറയുമ്പോൾ ബാക്ടീരിയ വിൽറ്റ്, എർവീനിയ റൈസം റോട്ട്. ആദ്യം സിക്കട്ടോക്ക ലീവ് സ്പോട്ട്. ഈ രോഗം വരുമ്പോൾ നമ്മുടെ ഇലകളിലെല്ലാം മഞ്ഞ കളറിൽ വര അല്ലെങ്കിൽ ബ്രൗൺ പോലത്തെ കളറിൽ വരകൾ വന്നതിന് ശേഷം ഇല ഇല്ലാതായി പോകാൻ ചാൻസ് കൂടുതലാണ്. ഫിസേറിയം മെൽറ്റ്. ഈ രോഗം ബാധിക്കുമ്പോൾ നമ്മുടെ വാഴ രണ്ടായിട്ട് പിളരും. ഈ ഭാഗത്ത് നമുക്കൊരു റെഡിഷ് ബ്രൗൺ കളറിലുള്ള കളർ നമുക്ക് ഇതിന്റെ അകത്ത് കാണാൻ സാധിക്കും. അടുത്ത ആന്ത്രഗ്നോസ്. ഈ രോഗം ബാധിക്കുമ്പോൾ നമ്മുടെ പഴങ്ങളിൽ ചെറുതായിട്ട് കറുത്ത സ്പോട്ട് വരാൻ സാധ്യതയുണ്ട്. ഈ വരുന്ന സ്പോട്ടിന് ശേഷം ഇത് പയ്യെ ഈ ഫ്രൂട്ട് മുഴുവനായിട്ട് കറുത്ത കളറിലായി പഴം ഇല്ലാതായി പോകും. അടുത്ത സിഗർ എൻഡ് റോട്ട്. ഈ രോഗം ബാധിക്കുമ്പോൾ നമ്മുടെ പഴത്തിന്റെ അഗ്രഭാഗത്ത്, അതായത് കൊലയുടെ അഗ്രഭാഗത്ത് നിന്ന് കറുത്ത കളറിലായതിനു ശേഷം വാടും. അതിനുശേഷം ഈ പഴം താനെ കൊഴിഞ്ഞ് താഴെ വീഴും. അടുത്ത കോർഡിയാന ലീവ് സ്പോട്ട്. ഈ രോഗം ബാധിക്കുമ്പോൾ നമ്മുടെ ഇലകളിൽ ചില ഭാഗങ്ങളിൽ ബ്രൗൺ കളറിൽ പാട് കാണാൻ സാധിക്കും. ഇതിനു ചുറ്റും ഒരു മഞ്ഞ കളറിലുള്ള കളറും കാണാൻ സാധിക്കും. ബനാന ബഞ്ചി ടോപ്പ് വൈറസ്. ഈ രോഗം ബാധിക്കുന്നത് ഒരു ഏഫിഡ് കാരണമാണ്. ഈ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഇലകളെല്ലാം കൂടെ ഒരുമിച്ച് ചെറിയ പൂ പോലെ മുകളിൽ കാണാൻ സാധിക്കും. അടുത്ത ബനാന ബ്രാക്ടി മൊസൈക് വൈറസ്. ഈ രോഗം ബാധിക്കുമ്പോൾ നമ്മുടെ വാഴയുടെ തണ്ടിലും കൂമ്പിലുമെല്ലാം ബ്രൗൺ കളറിലുള്ള മാർക്കിങ്സ് നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത ബനാന സ്ട്രീക്ക് വൈറസ്. ഈ രോഗം ബാധിക്കുമ്പോൾ നമ്മൾ ഇലകളിലാണ് ഇതുപോലൊരു ബ്രൗൺ, യെല്ലോ, ഗ്രീനിഷ്, ഒരു ബ്ലാക്ക് കളറിലുള്ള വരകൾ നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത ബാക്ടീരിയ വിൽറ്റ്. ഈ രോഗം ബാധിക്കുമ്പോൾ നമ്മുടെ വാഴയുടെ തണ്ടിന്റെ ഉള്ളിൽ അഴുകി തുടങ്ങും. ഇത് കാരണം ഇലകൾ പഴയ അഴുകും. ഇതിന് ശേഷം നമ്മുടെ പഴങ്ങളെല്ലാം നശിച്ചു പോകും. അടുത്ത എറിബീനിയ റൈസോം റോട്ട്. ഈ രോഗം ബാധിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻ വാഴയിലിന്റെ തൊട്ട് താഴെ വരുന്ന ചെറിയ നാമ്പുകളില്ലേ, ആ നാമ്പുകൾ പയ്യെ അഴുകി തുടങ്ങും. ഇത് കാരണം വലിയൊരു സ്മെല്ലുണ്ടായി പൂർണ്ണമായി നശിച്ചു പോകും. ടിഷ്യൂ കൾച്ചർ വാഴകൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. ഇത് കാരണം നമ്മുടെ കന്നിൽ നിന്നുള്ള രോഗങ്ങളിലെല്ലാം ഒരുവിധം എല്ലാം മാറിക്കിട്ടും. അടുത്ത ഫീൽഡ് സാനിറ്റേഷൻ നമുക്ക് ചെയ്യാവുന്നതാണ്. ബയോളജിക്കൽ കൺട്രോൾ ആയിട്ട് പ്രൊപ്പിഗോണിസോളും കാർബൺ ഡെസിമും നമുക്ക് യൂസ് ചെയ്യാം വിൽറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പം പുതിയൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. ബൈ.